ഈ VS അച്യുതാനന്ദന്റെ പ്രേതം ഈ G സുധാകരനെ പിടികൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നിട്ടാണ് പാർട്ടിക്കെതിരെ പോരാടുകയാണ്. അറിയാമായിരിക്കുമല്ലോ, നിരന്തരം ഇടയ്ക്കെല്ലാം പാർട്ടിക്കെതിരെ അവസാന ഇതിന്റെ G സുധാകരന്റെ ചവിട്ട് കിട്ടിയത് KV തോമസിനായിരുന്നു അല്ലേ. അതിനുശേഷം ഇപ്പോൾ സൈബർ സഖാക്കളെയാണ്. സൈബർ സഖാക്കൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഭാവി പരിപാടി എന്തായിരിക്കും? അല്ല, G സുധാകരനെ നല്ലവനാണ് കേട്ടോ, നല്ല മനുഷ്യനാണ്, നല്ല സഖാവാണ്, ഒക്കെയാണ്. നല്ല മന്ത്രിയായിരുന്നു, നല്ല MLA ആയിരുന്നു, ഇപ്പോഴും നല്ല മനുഷ്യനാണ്. അല്ല, പക്ഷെ അതാണ് തുടക്കം തന്നെ ചോദിച്ചത്. ഈ മുൻകാലങ്ങളിൽ ഇത്രയും വലിയ പാർട്ടി വിരുദ്ധനല്ലായിരുന്നു. ഇപ്പോൾ പാർട്ടി സഖാക്കളെ ക്ലാസ് എടുക്കുക, വിമർശിക്കുക എല്ലാം പതിവാണ്. അല്ല, ഇപ്പം എന്താ പാർട്ടിയെ പറ്റി ഇങ്ങനെ പറയേണ്ടി വന്നത്? പാർട്ടി ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് സുധാകരൻ ഇത് പറയേണ്ടി വന്നത്. അല്ലാതെ സുധാകരന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പാർട്ടിയുടെ ഇപ്പം സുധാകരൻ ഇരുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടിരുന്നത്. അന്നൊക്കെ ഒരുവിധം മര്യാദയ്ക്ക് പോവുകയായിരുന്നല്ലോ ഭരണം. 21 തുടർ ഭരണം വന്നു കഴിഞ്ഞല്ലേ നമ്മൾ ഈ കുറേ സംഭവങ്ങൾ ഇങ്ങോട്ട് കേൾക്കുന്നത്. സ്വർണ്ണക്കടത്തും അല്ലേ, സ്വപ്ന സുരേഷും പിന്നെ മകളുടെ അനധികൃതമായിട്ടുള്ള അഴിമതികളും ഒക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത് പാർട്ടി ഒരു വഴി കൂടെ. പിന്നെ പിണറായി ഒന്നും കൂടി ധാർഷ്ട്യമുള്ള ആളായി തീരുന്നു, പാർട്ടിയെ മുഴുവൻ അടക്കി ഭരിക്കുന്നു. പിന്നെ സുധാകരൻ 2021 തെരഞ്ഞെടുപ്പിന് എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹം പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ വെച്ചു, എളമരം കരി. ഈ എളമരം കരി ഏത് തരത്തിലുള്ള ആളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. അങ്ങനെയുള്ള ആൾ പോയി പഠനം നടത്തിയിട്ടാണ് പിന്നെ ഇത് തരം താഴ്ത്തി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി, സലാമിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല ആ രീതിയിൽ. ഈ പിന്നെ സുധാകരനോട് കരിയുമൊട്ട് ഒരു കാര്യങ്ങളും ചോദിച്ചിട്ടില്ല. അന്വേഷണ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, രണ്ട് ഭാഗവും കേൾക്കണ്ടേ. സുധാകരനോടൊന്നും ചോദിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അത് റിപ്പോർട്ട് പൂർണ്ണമാകുന്നത് എങ്ങനെ? അപ്പോൾ സുധാകരനെ ഒതുക്കാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ആലപ്പുഴ ജില്ലയിൽ എന്ന് പറയുന്നത് വിഭാഗീയത അങ്ങേയറ്റമാണ്. അദ്ദേഹം പല കാര്യങ്ങളും പറയേണ്ട രീതിയിൽ തന്നെ അങ്ങ് പറയുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം അദ്ദേഹം KPCCയുടെ വേദിയിൽ വന്നു. അതൊന്നും ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. അവിടെ അദ്ദേഹം പിന്നെ ആരെയാണ് ചോദ്യം ചെയ്തത്? പിന്നെ ഇദ്ദേഹത്തിനെയാണ്, ശശി തരൂരിനെയാണ്. അത് അവിടെ ഇവിടെയൊക്കെ പോയെന്ന് പറഞ്ഞ് വിശ്വപൗരനാകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊടുത്തില്ലേ കുറേ. പക്ഷെ ഗോവിന്ദൻ സംസ്ഥാന സമ്മേളനത്തിൽ ശശി തരൂരിനെ പുകഴ്ത്തുകയാണ് ചെയ്തത്. ഈ ശശി തരൂരിനെ ഇവരെന്തിനാ പുകഴ്ത്തിക്കൊണ്ട് നടന്നത്? പിന്നെ പിണറായിയുടെ സർക്കാർ ഈ വ്യവസായത്തെ എന്നെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ പുകഴ്ത്തിയത്. ഈ പിന്നെ തരൂര് തന്നെ 2009 തിരുവനന്തപുരത്ത് മത്സരിച്ച് ജയിച്ചപ്പോൾ പറഞ്ഞതെന്താണ്? ഞാൻ തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കും, ഇരട്ട നഗരമാക്കും. ആരാ തകർത്തത്? ഇടതുപക്ഷം. അന്ന് ഇവിടുത്തെ മേയർ K ചന്ദ്രികയാണ്. മേയറുമായിട്ട് വലിയ യുദ്ധമായിരുന്നു തരൂര് നടത്തിയത്. അപ്പോൾ അത് ആ ഇരട്ട നഗരത്തെ തകർത്തു. നമ്മളൊക്കെ വിചാരിച്ചു തിരുവനന്തപുരം ഒന്നും മാറുമെന്ന്. ഇദ്ദേഹം വിശ്വപൗരനല്ലേ, അത് തകർത്ത് കളഞ്ഞില്ലേ? അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഇദ്ദേഹം കൊണ്ടുവന്ന സ്വപ്ന പദ്ധതിയെ തകർത്തത് CPM-കാർ. ഇപ്പോൾ എന്തോ ചില വ്യവസായങ്ങൾ ഇവിടെ വരുന്നു എന്നും പറഞ്ഞ് അതിനെ വാഴ്ത്തുന്നത് ആര്? തരൂർ. അപ്പം തരൂരിൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പം ഈ തരത്തിൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഇനി എന്താ, ഇനിയിപ്പോൾ പാർട്ടിയിലൂടെന്നോ അദ്ദേഹം ഇനി ഒരു കാര്യത്തിലൊന്നും അദ്ദേഹം വരില്ല. അദ്ദേഹത്തെയൊക്കെ പ്രായത്തിൻ്റെ പേരിൽ അങ്ങ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പം എന്തിനും ഏതിനും അദ്ദേഹത്തെ എതിർത്തുകൊണ്ടും മറ്റുമൊക്കെ ഓരോരുത്തരെ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സൈബർ പോരാളികളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ പിതൃശൂന്യർ, തന്തയില്ലാത്തവന്മാർ എന്ന് പച്ച മലയാളത്തിൽ പറയാം. അതാണ് അതിൻ്റെ ശരി. പാർട്ടി വിരുദ്ധർ. അദ്ദേഹത്തെ ഇപ്പം അങ്ങനെ തകർക്കേണ്ട കാര്യം എന്തുവാ? പറയാനുള്ളതുണ്ടെങ്കിൽ നേരിൽ പറയുക. ഞാൻ പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ് എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. സുധാകരൻ എല്ലാ കാര്യവും കൃത്യമായിട്ട് പറയുന്നില്ല. ഇവിടെ ആശാപ്രവർത്തകർ സമരം ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണല്ലോ PSC മെമ്പർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തത്, ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്ക്. എന്നിട്ട് അതിനോടൊപ്പം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് KV തോമസ് എന്ന് പറയുന്ന ഒരാളെ, ഒരു സാധനത്തിനെ അവിടെ ഡൽഹിയിൽ ഇരുത്തിയിട്ടുണ്ടല്ലോ.
കോൺഗ്രസ് പാർട്ടിക്കകത്തിരുന്ന് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യവും അനുഭവിച്ചു. MLA ആയി, മന്ത്രിയായി, MP ആയി, ഒക്കെയായി. കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു. അവിടുന്ന് കോൺഗ്രസിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല, കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ടും ഇനി ഗതി പിടിക്കാനും പോകുന്നില്ല, കോൺഗ്രസും ഗതി പിടിക്കുന്നില്ല, അതിനോടൊപ്പം നിൽക്കുന്ന നമ്മളും ഗതി പിടിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ എങ്ങോട്ടിറങ്ങി? CPM-ലേക്ക് വന്നു. പിണറായി രാജകീയമായിട്ട് ഡൽഹിയിൽ തന്നെ ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട്. എന്ത് കാര്യങ്ങൾ നോക്കാൻ? ആശാപ്രവർത്തകരുടെ കാര്യം ചോദിച്ചപ്പോൾ എന്താണ്? എനിക്ക് ഈ ആശാപ്രവർത്തകരുടെ കാര്യം മാത്രമല്ല ഇവിടെ ഉള്ളത്, മറ്റ് നിരവധി കാര്യങ്ങളുണ്ടെന്ന്. മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അദ്ദേഹത്തിന് ബബ്ബ അടിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ആ KV തോമസിനെയാണ് സുധാകരൻ പറഞ്ഞില്ലേ, സർക്കാർ കൊടുക്കുന്ന ശമ്പളം. അല്ല, പിന്നെ ഈ സൈബർ സഖാക്കൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ നല്ല പ്രായത്തിൽ ഇദ്ദേഹം നേടാനുള്ളത് എല്ലാം പാർട്ടിയിൽ നിന്ന് നേടി, ഈ അവസാന ഘട്ടത്തിൽ എന്താണ് ഈ അധികാരം ലഭിക്കാത്തത് കൊണ്ടുള്ള ഒരു വെപ്രാളമാണോ ഇത്തരം പ്രസ്താവനയുമായി ഇദ്ദേഹത്തെ രംഗത്ത് വരാൻ ഇടയാക്കുന്നതെന്നാണ് ഈ സഖാക്കളുടെ സംശയം. സുധാകരന്റെ കാര്യത്തിൽ അല്ലേ? സുധാകരൻ എന്ത് നേടിയെന്ന? സുധാകരൻ അങ്ങനെ നേടേണ്ടതായി. സുധാകരൻ MLA ആയി, പിന്നീട് മന്ത്രിയുമായി. ഇത്രയല്ലേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് വരണമെന്നൊന്നും ആരും അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴും, ഞാനിനി MLA മുഖ്യമന്ത്രിയാകാനൊന്നും ആഗ്രഹിക്കുന്ന ആളൊന്നും അല്ല. ഇത് ഇവരെയൊക്കെ തന്നെ ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. ഇപ്പം നമുക്കറിയാമല്ലോ, തോമസ് ഐസക് എവിടെ? ഒതുക്കിയിട്ടില്ലേ? ശൈലജ ടീച്ചർ എവിടെ? MLA ആയിട്ടുണ്ടാകാം, ഒതുക്കി തീർത്തു. ഇത് പിണറായി വിജയൻ ഒരു ക്ലീൻ ആക്കി നിർത്തുകയാണ് ചെയ്തത്. ഇവിടെ തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള രീതിയിൽ എല്ലാവരെയും ഒതുക്കി തീർത്തു ഓരോരോ സ്ഥാനങ്ങളിൽ. തോമസ് ഐസക്കിനെ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു, പരാജയപ്പെട്ടു. അങ്ങ് വിജയിച്ചു വരുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചതാണ്, അത് നടന്നില്ല. അങ്ങനെ എല്ലാവരെയും ഒതുക്കി തീർക്കുക എന്നുള്ളതാണ്. സുധാകരൻ തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്കൊരു സ്ഥാനമാനങ്ങളുടെയും ആവശ്യമില്ല, ഞാൻ പറയാനുള്ളത് പറയും. പത്മകുമാറിനെ പോലെ പറഞ്ഞിട്ടത് ആ പോസ്റ്റ് പിൻവലിക്കുകയോ തിരുത്താൻ പോവുകയോ ക്ഷമ ചോദിക്കുകയോ അല്ല. സുധാകരൻ അറിയാൻ ഞാൻ എന്താണ് പറയുന്നത് എന്ന്. ഈ സൈബർ പോരാളികളെ പിതൃശൂന്യർ എന്ന് പറഞ്ഞതിന് P. ജയരാജൻ അത് പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? P. ജയരാജന് സൈബർ പോരാളികൾ ഇഷ്ടം പോലുള്ളതാണ്. പ്രത്യേക അത് P. ജയരാജനല്ല ചെയ്യുന്നത്. P. ജയരാജനും സുധാകരനും ഒക്കെ പിന്നെ ഒരേ പ്രായക്കാരായിരിക്കും. ജയരാജനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മകന് ഇത്തരം പ്രവർത്തനങ്ങൾ നേരിട്ട് പങ്കുള്ളതായുള്ള വിവരങ്ങളുണ്ട്. ആ PJ ആർമി ഉണ്ടാക്കിയതാണ് P. ജയരാജന്റെ ഉണ്ടായ കുഴപ്പങ്ങളും. കാരണം ഈ ഗ്രൂപ്പിലൂടെ അങ്ങ് കയറി വരികയും ചെയ്തു. PJ ആർമിയിലൂടെ അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടുമൊക്കെ കണ്ണൂരിലെ ചെന്താരകം അല്ലേ എന്നൊക്കെ പറഞ്ഞത് പിണറായി വിജയന് ഇഷ്ടപ്പെടുമോ? പിണറായി വിജയന് വലിയ അസഹിഷ്ണുതയോട് നിന്ന ഒരു സമയമുണ്ട്. VS-നെ അനുകൂലിച്ചുകൊണ്ട് VS-നെ കേരളം അങ്ങ് ഏറ്റെടുത്ത സമയത്ത് VS-ന് കിട്ടിയ ഒരു ജനപ്രീതി എന്ന് പറയുന്നത് വലിയ ജനപ്രീതിയല്ല. അത് ഒരിക്കലും പിണറായിക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. 2016 തെരഞ്ഞെടുപ്പിൽ പോലും VS-നെ മുന്നിൽ നിർത്തിയില്ലേ? ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ 2021 തെരഞ്ഞെടുപ്പിൽ സമയത്തൊക്കെ ഈ കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അവർ വോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഫ്ലെക്സിൽ പിണറായിയുടെ ഫോട്ടോ വെച്ചിട്ടില്ലല്ലോ, വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലും പിണറായിയുടെ പടം ആ പോസ്റ്ററിൽ വെക്കുമോ? വെക്കില്ല. പിണറായി വിരുദ്ധ തരംഗം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പിണറായി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സുധാകരനും പറയുന്നത്. സുധാകരൻ പറയുന്നതിലെ കാര്യങ്ങൾ വായിച്ചെടുക്കണം. പിണറായി വീണ്ടും അധികാരത്തിലേക്ക് ഇളവ് അനുവദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, പ്രായം അല്ല ശേഷിയാണ് പ്രധാനം എന്ന്. അത് വായിച്ചെടുക്കേണ്ട, അതിനുള്ളിൽ കയറി വായിച്ചെടുക്കേണ്ടതായ അർത്ഥം അതിനകത്തുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.